നമസ്കാരം. കാനറ ബാങ്കിൻ്റെ ബാങ്കിംഗ് പോർട്ടൽ ഉപയോഗിച്ച് PFMS ജനറേറ്റ് ചെയ്യുന്ന ePA എന്ന് പറയുന്നത് എങ്ങനെ ഓതറൈസ് ചെയ്യാം അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്ന URL പോകേണ്ടത്. അവിടെ എത്തുമ്പോൾ അവിടെ PFMS ലോഗിൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഇതുപോലത്തെ ഒരു പുതിയ പേജിലെത്തും. ഇവിടെ നിങ്ങൾ അവിടെ കാണുന്ന ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിന് താഴെ തന്നെയുള്ള പ്രൊസീഡ് ടു ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഈ ക്യാപ്ച കേസ് സെൻസിറ്റീവ് ആണ്. അപ്പോൾ അതിനുശേഷം പ്രൊസീഡ് ടു ലോഗിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നെറ്റ് ബാങ്കിങ് യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇവിടെ നെറ്റ് ബാങ്കിങ് യൂസർ ഐഡിയും ലോഗിൻ പാസ്വേഡുമാണ് എൻ്റർ ചെയ്യേണ്ടത്. ഇതും കേസ് സെൻസിറ്റീവ് ആണ്. അപ്പോൾ കൃത്യമായിട്ട് നോക്കിയിട്ട് മാത്രം ഈ എൻട്രീസ് പാസ്സാക്കുക. ഈ എൻട്രി ചെയ്തതിന് ശേഷം അവിടെയുള്ള സബ്മിറ്റിൽ കൊടുക്കുമ്പോൾ നമ്മളുടെ നെറ്റ് ബാങ്കിങ് സിസ്റ്റം വഴിയുള്ള ലോഗിൻ എനേബിൾ ആവും. ഇവിടെ നമ്മളുടെ മേക്കറിലാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. അപ്പോൾ പെൻഡിങ് ആയിട്ടുള്ള PPAകളുടെ ലിസ്റ്റ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. മേക്കർ എന്നുള്ള സ്റ്റാറ്റസും ഏറ്റവും മുകളിൽ തന്നെ കാണാൻ പറ്റും. അവിടെ ഏത് PPA ആണോ നമുക്ക് ഓതറൈസ് ചെയ്യേണ്ടത് ആ PPAക്ക് എഗെയിൻസ്റ്റുള്ള വ്യൂ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് നമ്മുടെ PPA ലോഡാകും. നമ്മൾ PFMSൽ ക്രിയേറ്റ് ചെയ്ത PPA ഇവിടെ നമുക്ക് ലോഡാകും. അതിനുശേഷം ഇവിടെ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തതായിട്ട് എൻ്റർ ചെയ്യേണ്ട ട്രാൻസാക്ഷൻ പാസ്വേഡ് ആണെന്നുള്ളൊരു അലേർട്ട് അവിടെ വരും. അവിടെ ഓക്കെ കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ വീണ്ടും നെറ്റ് ബാങ്കിങ് യൂസർ നെയിം പാസ്വേഡ് ചോദിക്കും. ഈ സമയത്ത് കൊടുക്കേണ്ടത് മേക്കറിൻ്റെ യൂസർ നെയിമും ട്രാൻസാക്ഷൻ പാസ്വേഡുമാണ് ഇവിടെ കൊടുക്കേണ്ടത്. ആദ്യം നമ്മൾ ലോഗിൻ ആണ് കൊടുത്ത് ഇവിടെ ട്രാൻസാക്ഷൻ പാസ്വേഡാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് കൊടുത്തതിന് ശേഷം ഇവിടെ സബ്മിറ്റ് കൊടുക്കുമ്പോൾ ആണ് മേക്കർ ലെവലിലുള്ള ഓപ്പറേഷൻസ് പൂർത്തിയാവുന്നത്. അതായത് നമ്മളുടെ PPA ഇവിടുന്ന് ഇനീഷ്യേറ്റ് ചെയ്യുന്നതായിട്ട് കണക്കാക്കും. അപ്പം അവിടെ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. അതിനുശേഷം അവിടെ PPA ഇനീഷ്യേറ്റഡ് സക്സസ്ഫുള്ളി കൈൻഡ്ലി അപ്രൂവ് ചെയ്യുന്ന യൂസർ ചെക്ക് ഇൻ ലോഗിൻ. നമ്മൾ ലോഗൗട്ട് ചെയ്തതിന് ശേഷം ചെക്കറിലേക്ക് ലോഗിൻ ചെയ്യുക. എല്ലാം ചെയ്തിട്ട് ഒരുമിച്ച് വേണമെങ്കിലും ചെയ്യാം. ഇവിടെയും നേരത്തെ പോലെ തന്നെ ക്യാപ്ച വരും. അവിടെ പ്രൊസീഡ് ടു ലോഗിൻ കൊടുക്കുക. അവിടെ നമ്മുടെ ചെക്കറിൻ്റെ യൂസർ ഐഡിയും ലോഗിൻ പാസ്വേഡും കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട പാസ്വേഡും ആദ്യം ലോഗിൻ ചെയ്യുമ്പോൾ ലോഗിൻ പാസ്വേഡും പിന്നെ അതിനുശേഷം അപ്രൂവലിനെല്ലാം ട്രാൻസാക്ഷൻ പാസ്വേഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പം വീണ്ടും നമ്മളൊരു പേജിലേക്ക് വരും. ഇവിടെ നമ്മളുടെ മേക്കർ ക്രിയേറ്റ് ചെയ്ത ഫയൽ ഇവിടെ കാണിക്കും. ഇവിടെയും വ്യൂ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മുടെ ആ ഫയലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഇവിടെയും കാണാം. അതിനുശേഷം താഴെ അപ്രൂവ് വിത്ത് ട്രാൻസാക്ഷൻ പാസ്വേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഇവിടെ യൂസർ നെയിം പാസ്വേഡ് ചോദിക്കും. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ചെക്കറിൻ്റെ യൂസർ നെയിമും ട്രാൻസാക്ഷൻ പാസ്വേഡും ആണ്. ഇത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ അമർത്തുക. അപ്പം കൃത്യമായിട്ടുള്ള ഇതായതുകൊണ്ട് യൂസർ നെയിം പാസ്വേഡ് ആണെങ്കിൽ ഇത് അപ്രൂവ്ഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞു വരും. ഇത്രയാണ് PFMS പോർട്ടലിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ePA എന്ന് പറയുന്നത് കാനറ ബാങ്കിൻ്റെ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് അപ്രൂവ് ചെയ്യേണ്ട പ്രോസസ്സ്. താങ്ക് യു.